ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശ്രീമദ് മഹാഭാഗവതത്തിലെ പരശുരാമ അവതാരമാണ് വളരെ വിശദമായി തന്നെ നോക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും ഭഗവാന്റെ അവതാരം കേട്ട് പ്രാർത്ഥിക്കണം. പൂർവജന്മങ്ങളിൽ നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം നശിക്കുന്നതിന്, മോക്ഷം ലഭിക്കുന്നതിന് പരശുരാമ അവതാരം കേട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. ആദ്യമായി നമുക്ക് ജമദഗ്ന മഹർഷിയെ പറ്റി കേൾക്കാം. പുരൂരവസിൻ്റെ മറ്റൊരു പുത്രനായ ജയൻ്റെ പാരമ്പര്യത്തിൽ ജനിച്ച കുശാംബന് ഗാധി എന്ന ഒരു പുത്രനുണ്ടായി. അദ്ദേഹത്തിന് സന്താനമായി സത്യവതി എന്ന ഒരു മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിരൂപലാവണ്യം തികഞ്ഞ ഒരു സ്ത്രീരത്നമായി അവൾ വളർന്നു. ഭൃഗുവംശശ്രേഷ്ഠനായ ഋചീകൻ എന്ന മഹർഷി സത്യവതിയെ വേളി കഴിച്ചു. തൻ്റെ ഓമൽ പുത്രിയെ ഒരു മുനിയെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ ഗാധിക്ക് തീരെ സമ്മതമില്ലായിരുന്നു. എങ്കിലും ഋചീകൻ്റെ വൈഭവത്താൽ ഒടുവിൽ അങ്ങനെ സംഭവിച്ചു എന്നേ കരുതാൻ കഴിയുകയുള്ളൂ. സത്യവതിക്ക് കൗശിക എന്ന മറ്റൊരു നാമം കൂടിയുണ്ട്. വിവാഹം കഴിഞ്ഞു കുറേ കാലമായിട്ടും സത്യവതിക്ക് സന്താനയോഗം സിദ്ധിച്ചില്ല. മാതാവും അവളെ പ്രസവിച്ചതിന് ശേഷം മറ്റൊരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒരു ദിവസം സത്യവതി ഭക്തിയോടുകൂടി ഭർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് തനിക്കും മാതാവിനും ഓരോ പുത്രന്മാർ ഉണ്ടാകാൻ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ചു. ഋചീകൻ വരബലസിദ്ധിയാൽ സൃഷ്ടിച്ച 2 മന്ത്രപിണ്ഡങ്ങളെ പത്നിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ പിണ്ഡങ്ങൾ ഒന്നിനൊന്ന് മാറാതെ ഒന്ന് നീയും മറ്റേത് അമ്മയും ഭക്ഷിക്കൂ. 2 പേർക്കും അതിശ്രേഷ്ഠന്മാരായ ഓരോ പുത്രന്മാർ ഉണ്ടാകും. സത്യവതി പിണ്ഡങ്ങൾ 2 വാങ്ങി. മകൾക്കുള്ള പിണ്ഡം കൂടുതൽ ശ്രേഷ്ഠമായിരിക്കുമെന്ന് കരുതി മാതാവും മാതാവിനുള്ള പിണ്ഡം കൂടുതൽ മഹത്വമുള്ളതായിരിക്കുമെന്ന് കരുതി സത്യവതിയും പിണ്ഡങ്ങൾ മാറി മാറിയെടുത്ത് ഭക്ഷിച്ചു. ഈ വിവരം മഹർഷി അറിഞ്ഞ ഉടൻ തന്നെ പറഞ്ഞു, ഇത് ദൈവകൽപ്പിതമാണ്. പിണ്ഡങ്ങൾ മാറി ഭക്ഷിച്ചതിനാൽ നിന്റെ പുത്രനായി ജനിക്കുന്നവൻ നിഷ്ഠൂരഹൃദയനായ ഒരു ഋഷിയും നിന്റെ അനുജനായി മാതാവിനുണ്ടാകുന്ന പുത്രൻ ലോകപ്രസിദ്ധനും ശ്രേഷ്ഠനുമായ ഒരു മഹർഷി പുങ്കവനും ആയിത്തീരും. തൻ്റെ പുത്രൻ നിഷ്ഠൂരനായ ഒരു മുനിയായി തീരുമെന്നത് കേട്ട് സത്യവതി സങ്കടപ്പെട്ടു. ദൈവഹിതം മാറ്റാൻ കഴിയില്ലല്ലോ എന്നോർത്ത് പിന്നീടവൾ സമാധാനപ്പെടുകയും ചെയ്തു. മാതാവും പുത്രിയും 2 പേരും ഗർഭം ധരിച്ച് യഥാകാലം ഓരോ പുത്രന്മാരെ പ്രസവിച്ചു. സത്യവതി നന്ദനന് ജമദഗ്നി എന്നും സഹോദരന് വിശ്വാമിത്രൻ എന്നും നാമകരണം ചെയ്തു. ജമദഗ്നിയുടെ നേരെ മാതുലനാണ് വിശ്വാമിത്രൻ. ബാല്യകാലം മുതൽക്കു തന്നെ തപസ്സനുഷ്ഠിച്ച് ജമദഗ്നിയും പിതാവിനെ പോലെ ഒരു മഹർഷിയായി തീർന്നു. തപസ്സിനു ശേഷം അദ്ദേഹം പുണ്യതീർത്ഥങ്ങളാടിയും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും ദേശാടനം ചെയ്യുന്നതിനിടയിൽ അയോധ്യാപുരിയിലും എത്തിച്ചേർന്നു. സൂര്യവംശ മഹീപതികളുടെ രാജധാനിയായിരുന്നു അയോധ്യ നഗരം. അന്ന് അയോധ്യയിൽ രാജാവായി വാണിരുന്നത് പ്രസേനജിത്ത് എന്ന രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓമൽ പുത്രിയായ രേണുകയുടെ സൗന്ദര്യം കണ്ട് മോഹിതനായ ജമദഗ്നി അവളെ തനിക്ക് പത്നിയായി നൽകണമെന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു. ലൗകിക സുഖങ്ങൾ വെടിഞ്ഞ് സന്യാസം സ്വീകരിച്ചു നടക്കുന്ന ഒരുവന് രാജകന്യകയായ തൻ്റെ പുത്രിയെ പാണിഗ്രഹണം ചെയ്തു കൊടുക്കുവാൻ രാജാവിന് വളരെ മടിയായിരുന്നു. എങ്കിലും
മുനി ശാപത്തെ ഭയന്ന് ഒടുവിൽ മകളെ മഹർഷിക്ക് വേളി കഴിച്ചു കൊടുത്തു. ജമദഗ്നി പുതിയ പത്നിയുമൊരുമിച്ച് നർമ്മദയുടെ തീരത്തുള്ള വിജനമായ പ്രദേശത്ത് ഒരു ആശ്രമം കെട്ടിയുണ്ടാക്കി അതിൽ താമസം ഉറപ്പിച്ചു. കാലക്രമത്തിൽ രേണുകയിൽ ജമദഗ്നിക്ക് സുഹോത്രൻ, വസു, വിശ്വവസു എന്നിങ്ങനെ 3 പുത്രന്മാർ ഉണ്ടായി. 4ാമതായി ജനിച്ച പുത്രന് അവൻ്റെ അഭിരാമമായ രൂപഭംഗി കണ്ട് രാമനെന്ന് നാമധേയം നൽകി. മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമായിരുന്നു ആ ബാലൻ. അടിക്കടി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദേവാസുര സമരങ്ങളിൽ മരണമടഞ്ഞ അസുരന്മാർ ദുഷ്ടരായ ക്ഷത്രിയ രാജാക്കന്മാരായി ഭൂമിയിൽ പിറന്നു. അവരെ കൊണ്ടുള്ള ഭാരം ഭൂമിദേവിക്ക് ദുസ്സഹമായി വർദ്ധിച്ചപ്പോൾ അവരിൽ നിന്നും തന്നെ രക്ഷിക്കണമേ എന്ന് ദേവി മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു. അതിൻ്റെ ഫലമായി പാലാഴിനാഥൻ ഭൃഗുവംശത്തിൽ ജമദഗ്നിയുടെ പുത്രനായി രാമൻ എന്ന നാമധേയത്തിൽ തിരു അവതാരം ചെയ്തിരിക്കുകയാണ്. കുട്ടിക്കാലത്തു തന്നെ പുത്രൻ്റെ ജാതകർമ്മം, ഉപനയനം മുതലായവ യഥാവിധി നടത്തി. വേദശാസ്ത്രങ്ങളും ജമദഗ്നി തന്നെ പഠിപ്പിച്ചു. ആവശ്യമുള്ള ആയുധവിദ്യകളും മകനെ അദ്ദേഹം അഭ്യസിപ്പിച്ചു. യയാതിക്ക് ദേവയാനിയിൽ ജനിച്ച മൂത്ത പുത്രനായ യദുവിൻ്റെ വംശപരമ്പരയിൽ വിഷ്ണു ഉണ്ടായി. ആ വിഷ്ണുയുടെ വംശത്തിൽ ഹേഹയ രാജ്യത്ത് മഹിഷ്മതി നഗരത്തിൽ കാർത്തവീരാർജുനൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അത്രിപുത്രനായ ദത്താത്രേയ മഹർഷിയെ പ്രസാദിപ്പിച്ച് 1000 കരങ്ങളും അഷ്ടൈശ്വര്യ സമ്പത്തും നിത്യയൗവനവും ദീർഘായുസ്സും അജയ്യമായ ശക്തിപ്രഭാവവും അദ്ദേഹത്തിന് വരമായി കൈവരിച്ചു. അതോടൊപ്പം ശ്രീഹരിയുടെ കയ്യാൽ മരണവും മുനി അദ്ദേഹത്തിന് വിധിച്ചു. അതുവരെ ലോകത്തിലാർക്കും സാധിച്ചിട്ടില്ലാത്തവണ്ണം 10,000 യാഗങ്ങൾ നടത്തി അതിൻ്റെ പുണ്യവും അദ്ദേഹം ആർജിച്ചിട്ടുണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന 46 രാജ്യങ്ങളുടെ ആധിപത്യവും അദ്ദേഹം സമ്പാദിച്ചു. ഇങ്ങനെ ഒരു രാജാവ് ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല എന്ന ഖ്യാതിയും അദ്ദേഹം നേടിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാജധാനിയിൽ വന്ന ആരെന്തു ചോദിച്ചാലും ഒരു മടിയുമില്ലാതെ അത് അവർക്ക് അദ്ദേഹം ദാനം ചെയ്തുകൊണ്ടേയിരുന്നു. അപ്രകാരം ധർമ്മിഷ്ഠനും ശ്രേഷ്ഠനുമായ ഭക്തോത്തമനുമായ ആ രാജാവിന് 10 ഭാര്യമാരും അവരിലെല്ലാവരിലും കൂടി ഒരു 105 പുത്രന്മാരും ഉണ്ടായി. ആ കാലത്തൊരു ദിവസം ലങ്കാധിപതിയായ രാവണൻ പരിവാരസമേതം ദിഗ്വിജയം ചെയ്ത് സഞ്ചരിക്കുന്നതിനിടയിൽ നർമ്മദയുടെ തീരത്തെത്തി. അപ്പോൾ മധ്യാഹ്ന സമയമായിരുന്നു. കുളിച്ച് നിത്യകർമ്മങ്ങളും തർപ്പണങ്ങളും കഴിഞ്ഞ് രാജാവിനെ കാണാമെന്നു കരുതിയ ദശമുഖൻ സ്നാനാനന്തരം മണൽത്തിട്ടയിലിരുന്ന് പൂജാതി കർമ്മങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ അപ്രതീക്ഷിതമായി നദിയിൽ വെള്ളം പെരുകി സൈകതം മുഴുവനും ജലത്തിനടിയിലായി. രാവണൻ വെള്ളം കുടിച്ചു കുഴഞ്ഞു. 20 കൈകൾ കൊണ്ടും 20 തണ്ടുകൾ വെച്ച ഒരു വഞ്ചി കണക്കെ തുഴഞ്ഞ് ഒരുവിധം നീന്തി തുടിച്ച് കരപറ്റി. ഈ വെള്ളം പൊങ്ങാൻ എന്താണ് കാരണമെന്ന് ചാരന്മാർ മുഖേന രാവണൻ അന്വേഷിച്ചു. കാർത്തവീരാർജുനൻ പത്നിമാരും ഒരുമിച്ച് നർമ്മദയിൽ ജലക്രീഡ ചെയ്യുന്നതിനിടയിൽ വിനോദാർത്ഥം തൻ്റെ സഹസ്രബാഹുക്കൾ കൊണ്ട് ജലം തടുത്തു നിർത്തിയതിൻ്റെ ഫലമായിട്ടാണ് വെള്ളം പെരുകിയതെന്ന് ചാരന്മാർ വന്ന് രാവണനെ അറിയിച്ചു. എന്നാൽ ഇപ്പോൾ തന്നെ ആ മനുഷ്യരാജാവിനെ തോൽപ്പിച്ച് രാജ്യം പിടിച്ചടക്കണമെന്ന് രാക്ഷസ രാജാവ് നിശ്ചയിച്ചു. അങ്ങനെ കാർത്തവീരാർജുനനെ രാവണൻ പോരിന് വിളിച്ചു. അവർ തമ്മിൽ നടന്ന ഭയങ്കരമായ യുദ്ധത്തിനൊടുവിൽ രാവണൻ പരവശനായി ബോധം കെട്ട് നിലത്തു വീണുപോയി.
കയ്യിലിരുന്ന ചന്ദ്രഹാസഖഡ്ഗം ദൂരെ തെറിച്ചുപോയി. കാർത്തവീരാർജുനന്റെ കൽപ്പനയനുസരിച്ച് ഭടജനങ്ങൾ രാവണന്റെ ശരീരം ആപാദമസ്തകം കയറുകൊണ്ട് കെട്ടി വരിഞ്ഞു മുറുക്കി 100 ആളുകൾ കൂടി എടുത്തുകൊണ്ട് കാരാഗൃഹത്തിൽ കൊണ്ടുചെന്നിട്ടു. ത്രിഭുവന ജേതാവായി നടിച്ചുകൊണ്ട് ദിഗ്വിജയം ചെയ്തു വന്ന ലങ്കാധിപതി കാർത്തവീരാർജുനന്റെ കാരാഗൃഹത്തിൽ 5 മാസത്തോളം കിടന്നു. രാവണന്റെ പിതാമഹനായ പുലസ്ത്യമുനി വിവരം കേട്ടറിഞ്ഞ് മഹിഷ്മതിയിലെത്തി കാർത്തവീരാർജുനനെ കണ്ട് പൗത്രനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഏറ്റവും ബഹുമാനത്തോടുകൂടി മന്നവൻ മഹർഷിയെ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം രാവണനെ ബന്ധനാലയത്തിൽ നിന്നും മോചിപ്പിച്ചു. ചന്ദ്രഹാസവും തിരിച്ചുകൊടുത്ത് ബഹുമാനപൂർവം ലങ്കയിലേക്ക് അയച്ചു. ദിഗ്വിജയം ചെയ്ത് ഇന്ദ്രൻ തുടങ്ങിയ അഷ്ടദിക്പാലകന്മാരെ പോലും ജയിച്ചു കീഴടക്കിയ ദശകണ്ഠനെ തോൽപ്പിച്ച വീരവിക്രമനായിരുന്നു ഹേഹേ രാജാവായ കാർത്തവീരാർജുനൻ. അദ്ദേഹത്തിൻ്റെ കീർത്തിയും പ്രതാപവും വർദ്ധിച്ചു. ആ കാലഘട്ടത്തിലാണ് ജമദഗ്നിയുടെ പുത്രനായി ജനാർദ്ദനൻ അവതരിച്ചത്. ഒരു ദിവസം പൂജയ്ക്കുള്ള ദർഭയും ചമതയും സംഭരിക്കുവാനായി ജമദഗ്നി മൂത്ത 3 പുത്രന്മാരും ഒരുമിച്ച് കാട്ടിലേക്ക് പോയി. പർണശാലയെല്ലാം അടിച്ചു തളിച്ചു വൃത്തിയാക്കിയതിനു ശേഷം വെള്ളം കൊണ്ടുവരാനായി രേണുക കുടവുമേന്തി നർമ്മദയിലേക്ക് തിരിച്ചു. ആശ്രമത്തിൽ കാവലിനായി രാമനെയും നിർത്തി. അന്ന് കുമാരന് 14 വയസ്സ് പ്രായമായിരുന്നു. നദീതീരത്തിലെത്തിയ രേണുക കണ്ടത് കാർത്തവീരാർജുനൻ തൻ്റെ 1000 കൈകൾ കൊണ്ട് തൻ്റെ പത്നിമാരെ പുൽകി ജലക്രീഡ ചെയ്യുന്നതാണ്. അവർ പോകട്ടെ എന്ന് വിചാരിച്ച് കുറേ നേരം രേണുക അവിടെ കാത്തുനിന്നു. അവർ വിഹരിച്ചിരുന്ന സ്ഥലത്തെ ജലം കലങ്ങിയിരുന്നതിനാൽ മറ്റൊരു സ്ഥലത്തു നിന്നും ജലം ശേഖരിക്കാം എന്നു കരുതി രേണുക മറ്റൊരു തീരത്തെത്തിയപ്പോൾ ചിത്രരഥൻ എന്ന ഒരു സുന്ദര ഗന്ധർവ യുവാവ് സുന്ദരികളായ ഏതാനും യുവതികളും ഒരുമിച്ച് ജലക്രീഡ ചെയ്ത് ആനന്ദിക്കുന്നതായി കണ്ടു. ആ സമയം മുനിപത്നിയായ അവളുടെ ശരീരം അവൾ അറിയാതെ തന്നെ കുളിർന്ന് കോൾമയിർ കൊണ്ടുപോയി. ഗന്ധർവനും ഗജഗാമിനികളും പോയതിനു ശേഷം ജലവും കുടത്തിൽ കോരിക്കൊണ്ട് അവൾ അതിവേഗം ആശ്രമത്തിൽ വന്നു ചേർന്നു. അപ്പോൾ ഭർത്താവും പുത്രന്മാരും അവിടെ ആഗമിച്ചു കഴിഞ്ഞിരുന്നു. ഇത്ര വൈകുവാൻ എന്താണ് കാരണമെന്ന് ജമദഗ്നി കോപം ചിതറുന്ന നോട്ടങ്ങളോടുകൂടി രേണുകാദേവിയോട് ചോദിച്ചു. രേണുകാദേവി ഭയന്നുപോയി നടന്ന സംഭവങ്ങൾ മുഴുവനും പറഞ്ഞു. മുനിക്ക് കോപം വർദ്ധിച്ചു. നീ മലിനയും പാതിവൃത്യമില്ലാത്തവളുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നീ ജീവിക്കുവാൻ പാടില്ല എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് അവളെ കൊന്നുകളയാൻ മക്കളോട് ആജ്ഞാപിച്ചു. അച്ഛൻ്റെ ആജ്ഞ അനുസരിക്കേണ്ടത് പുത്രൻ്റെ കടമയാണെങ്കിലും നിർദോഷിയായ മാതാവിനെ വധിക്കുന്നത് ഏറ്റവും വലിയ പാതകമായതിനാൽ തങ്ങൾ അതിന് തയ്യാറല്ലെന്ന് അവർ തീർത്തു പറഞ്ഞു. തൻ്റെ ആജ്ഞയെ ധിക്കരിച്ചതിനാൽ നിങ്ങൾ കാനനവാസികളായ കാട്ടാളന്മാരായി തീരട്ടെ എന്ന് മഹർഷി 3 മക്കളെയും ശപിച്ചു. അതിനുശേഷം 4ാമത്തെ മകനായ രാമനെ നോക്കി തൻ്റെ ആജ്ഞ നിറവേറ്റുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. പിതാവിൻ്റെ ആജ്ഞ എങ്ങനെ നിരസിക്കും? പെറ്റ മാതാവിനെ എങ്ങനെ വധിക്കും? ഇങ്ങനെ ചിന്തിച്ചു കുമാരൻ വിഷണ്ണനായി നിന്നു. ജമദഗ്നി വാളെടുത്തു കൊടുത്തുകൊണ്ട് ആജ്ഞാപിച്ചു, മടിക്കേണ്ട, താതൻ്റെ കൽപ്പന ധിക്കരിക്കുന്ന തനയന് നരകമാണ് ഗതി. അമ്മയോടൊപ്പം 3 ജ്യേഷ്ഠന്മാരെയും വധിക്കുക, അവർ പാപികളാണ്. രാമൻ ഒന്നും ആലോചിച്ചില്ല. കേവലം 14 വയസ്സ് പ്രായമുള്ള ഒരു ബാലൻ. അവൻ ആ വാളുകൊണ്ട് അനങ്ങാതെ നിന്ന 3 ജ്യേഷ്ഠന്മാരെയും വെട്ടിക്കൊന്നു. അനന്തരം
സർവവും സർവശക്തനിൽ സമർപ്പിച്ചുകൊണ്ട് കൈകൂപ്പി കണ്ണുനീർ വാർത്തുകൊണ്ട് തൻ്റെ പെറ്റമ്മയുടെ കണ്ഠം ഗഡ്ഗത്താൽ രാമൻ വെട്ടി ശിരസ് നിലത്തിട്ടു. അതോടുകൂടി വാളും ദൂരെ തെറിച്ചു വീണ് ബോധം കെട്ട് കുമാരനും നിലം പതിച്ചു. പരിഭ്രാന്തനായ ജമദഗ്നി രാമന്റെ മുഖത്ത് വെള്ളം തളിച്ച് ബോധമുണ്ടാക്കിയതിനു ശേഷം അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു, മകനെ, പിതാവിൻ്റെ കഠോര കഠിനമായ ആജ്ഞ നിർവഹിച്ച നീ പിതൃഭക്തന്മാരിൽ വെച്ച് അത്യുത്തമനായി ഭവിച്ചിരിക്കുന്നു. നീ എന്തു വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക, ഞാൻ തന്നിരിക്കും. രാമൻ ഇപ്രകാരം പറഞ്ഞു, അച്ഛാ, എനിക്ക് പ്രത്യേകിച്ച് യാതൊരു വരവും ആവശ്യമില്ല. അച്ഛൻ എന്നോട് വാത്സല്യമുണ്ടെങ്കിൽ എൻ്റെ അമ്മയെ ജീവിപ്പിച്ചു തരണം. ആ പുണ്യവതി എനിക്ക് ജന്മം നൽകിയ ജനനിയാണ്. അതുപോലെ എൻ്റെ ജ്യേഷ്ഠന്മാർക്ക് നൽകിയ ശാപവും പിൻവലിച്ച് അവരെയും ജീവിപ്പിക്കണം. പുത്രന്റെ ആഗ്രഹമനുസരിച്ച് ജമദഗ്നി തൻ്റെ തപശക്തിയാൽ രേണുകാദേവിയെയും പുത്രന്മാരെയും അവരവരുടെ ശിരസ്സുകൾ വീണ്ടും ചേർത്ത് വെപ്പിച്ച് ജീവിപ്പിച്ചു. ഉറക്കത്തിൽ നിന്നും ഉണർന്നവളെ പോലെ രേണുക എഴുന്നേറ്റ് ഭദ്രപാദങ്ങളിൽ നമസ്കരിച്ചു. അനന്തരം രാമനെ ഗാഢമായി ആലിംഗനം ചെയ്തുകൊണ്ട് ധാരാളം അനുഗ്രഹങ്ങൾ നൽകി. എല്ലാവരും ആനന്ദപൂർവം പർണശാലയിൽ പഴയപടി ജീവിക്കുവാനും തുടങ്ങി. എങ്കിലും അന്നു മുതൽ രാമനു മനസ്സിൽ സ്വസ്ഥതയില്ലാതായി. മാതാവിനെ വധിച്ച പാപത്തിന് പരിഹാരമായി എന്താണ് വേണ്ടതെന്ന് അദ്ദേഹം ആലോചിച്ചു. ഒടുവിൽ അദ്ദേഹം വംശപിതാവായ ഭൃഗുമുനിയെ ചെന്നുകണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം രാമകുമാരൻ കൈലാസമാമലയിൽ ചെന്ന് പരമശിവനെ തപസ്സു ചെയ്യാൻ തുടങ്ങി. തൻ്റെ പ്രിയതമയോട് കാണിച്ച കൊടും കൈയോർത്ത് പശ്ചാത്തപിച്ചുകൊണ്ട് ജമദഗ്നി അതിന് പരിഹാരമായി രേണുകയെ പ്രീതിപ്പെടുത്തുവാൻ എന്താണ് മാർഗമെന്ന് ആലോചിച്ചു. ഒടുവിൽ ജമദഗ്നി മഹർഷി ദേവലോകത്തു പോയി സുരഭി എന്ന കാമധേനുവിനെ വാഴ്ത്തി സ്തുതിച്ചു. സുരഭി മഹർഷികൾക്കു വേണ്ടി പാലാഴിയിൽ നിന്നും ഉയർന്നു വന്ന ദിവ്യമായ ധേനുവാണ്. സുരഭി പ്രത്യക്ഷപ്പെട്ട് തൻ്റെ അനുജത്തിയായ സുശീല എന്ന ദിവ്യ പശുവിനെയും കുട്ടിയെയും ജമദഗ്നിക്ക് ദാനമായി നൽകി. മഹർഷി സന്തുഷ്ടനായി സുശീലയെയും കൂട്ടി ആശ്രമത്തിൽ വന്നു ചേർന്നു. സുശീലയെ രേണുകാദേവിക്ക് സന്തോഷപൂർവം നൽകി. അവളെ അങ്ങനെ സന്തോഷിപ്പിച്ചു. രാമൻ തപസ്സിനു പോകുന്നതിന് മുമ്പാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. രാമന്റെ ഉഗ്രമായ തപസ്സിന്റെ ഫലമായി മൃത്യുഞ്ജയൻ പ്രത്യക്ഷപ്പെട്ട് വേണ്ട അനുഗ്രഹങ്ങൾ ഭാർഗവന് നൽകി. ഭൃഗുവംശത്തിൽ ജനിച്ചതുകൊണ്ടാണ് അദ്ദേഹം ഭാർഗവനായി തീർന്നത്. ആ കുമാരനിൽ പ്രകാശിക്കുന്ന വൈഷ്ണവ തേജസ് കണ്ട് കൈലാസനാഥൻ അവനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു, ഇനിയും നിനക്കെന്താണ് വേണ്ടത്? രാമൻ അപ്പോൾ പറഞ്ഞു, നിന്തിരുവടി അടിയനിൽ കരുണ തോന്നി വേണ്ട ആയുധവിദ്യകൾ ഉപദേശിച്ചു തരണം. പാർവതീരമണൻ പ്രീതിയോടെ സർവവിധ അസ്ത്രശാസ്ത്ര വിദ്യകളും ജമദഗ്നി നന്ദനന് ഉപദേശിച്ചു. അതിനു പുറമെ അനേകം ദിവ്യാസ്ത്രങ്ങളും അമ്പൊടുങ്ങാത്ത ആവനാഴിയും അദ്ദേഹത്തിന് നൽകി. ഒരു രഥവും തൻ്റെ ആയുധമായ വെൺമഴുവും രാമന് അദ്ദേഹം ദാനം ചെയ്തു. രഥം തനിക്കാവശ്യമുള്ളപ്പോൾ മാത്രം തൻ്റെ സമീപത്ത് വന്നുകൊള്ളട്ടെ എന്നുള്ള സങ്കല്പത്തോടുകൂടി അദ്ദേഹം രഥം അപ്പോൾ സ്വീകരിച്ചില്ല. രാമൻ തപസ്സു ചെയ്യുന്ന കാലത്തും ആയുധവിദ്യകൾ അഭ്യസിക്കുന്ന കാലത്തും ശിവപുത്രനായ ഷൺമുഖൻ സദാ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ നിലയിൽ അവർ സതീർത്ഥ്യരായിരുന്നു. ദേവകാര്യാർത്ഥമായിട്ടാണ് പശുപതി പരശുരാമന് ഈ ആയുധവിദ്യകളും ദിവ്യായുധങ്ങളും ദാനം ചെയ്തിട്ടുള്ളത്. പരമശിവനിൽ നിന്നും സർവവിധ അസ്ത്രശസ്ത്ര വിദ്യകളും പഠിച്ച് പരശും വാങ്ങി പരശുരാമനായി ഭാർഗവൻ യാത്ര തിരിച്ചു. അദ്ദേഹം മാതാപിതാക്കളുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. മകനെ വാത്സല്യപൂർവം സ്വീകരിച്ച് വേണ്ട അനുഗ്രഹങ്ങൾ നൽകി അവർ ആനന്ദിച്ചു.
അന്നു മുതൽ മാതാപിതാക്കളെ പരിചരിച്ചുകൊണ്ട് രാമൻ ആശ്രമത്തിൽ വാഴുവാൻ തുടങ്ങി. ആ കാലത്തൊരു ദിവസം കാർത്യവീരാർജുനൻ പരിവാരസമേതം വേട്ടയ്ക്കായി ആ കാട്ടിൽ വരികയും സഞ്ചാരമധ്യേ ജമദഗ്നിയുടെ ആശ്രമം കണ്ട് അവിടെ കയറി അദ്ദേഹത്തിന്റെ ആദരപൂർവമായ ആതിഥ്യം സ്വീകരിക്കുകയും ചെയ്തു. രാജോചിതമായ ഒരു സ്വീകരണമായിരുന്നു രാജാവിന് അവിടെ ലഭിച്ചത്. രാജാവിനു വേണ്ടി ആ ആരണ്യപ്രദേശം അമരലോകം പോലെ വിളങ്ങി. മഹീപതിക്കും പരിവാരങ്ങൾക്കും മനസ്സിനിണങ്ങിയ വിധം വിഭവസമൃദ്ധമായ ഭക്ഷണം, എല്ലാവർക്കും ശയിക്കുവാനുള്ള ഉപകരണങ്ങൾ, കുടിക്കുവാൻ അമൃതസദൃശ്യമായ മധുരപാനീയങ്ങൾ, ഒന്നിനും ഒരു കുറവുമുണ്ടായില്ല. എല്ലാം നിർലോഭം അതിശയനീയമായ വിധം അവിടെ സജ്ജമാക്കപ്പെട്ടിരുന്നു. എല്ലാം കാമധേനുവായ സുശീലയുടെ വൈഭവത്താൽ ഉണ്ടായതാണെന്ന് രാജാവിനും മന്ത്രിമാർക്കും മനസ്സിലായി. അത്ഭുതപൂർവമായ സിദ്ധിയുള്ള ആ ദിവ്യപശു രാജകൊട്ടാരത്തിലാണ് വാഴേണ്ടതെന്നും അല്ലാതെ മുനി പർണശാലയിലല്ല എന്നും ആയതിനാൽ എത്ര ധനം വേണമെങ്കിലും പ്രതിഫലമായി വാങ്ങിക്കൊണ്ട് പശുവിനെ രാജാവിന് നൽകണമെന്നും മന്ത്രി ജമദഗ്നിയോട് ആവശ്യപ്പെട്ടു. മുനി അതിന് സമ്മതിച്ചില്ല. എന്നാൽ കാർത്യവീരാർജുനന് അതിൽ യാതൊരു പരിഭവമോ മഹർഷിയോട് യാതൊരു വെറുപ്പോ തോന്നിയതുമില്ല. എന്നാൽ കൊട്ടാരത്തിൽ തിരിച്ചു വന്ന നിമിഷം മുതൽ ആ ദുർമന്ത്രിയും അയാളുടെ സേവകന്മാരും കൂടി ആ പശുവിനെ ഏതു വിധവും കൈവശപ്പെടുത്തണമെന്ന് രാജാവിനെ ഉപദേശിക്കുകയും നിർബന്ധിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ നരേന്ദ്രൻ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി മൗനാനുവാദം നൽകി. അതനുസരിച്ച് രാജകിങ്കരന്മാരും മന്ത്രിയും കൂടി തൽക്ഷണം തന്നെ ജമദഗ്നിയുടെ ആശ്രമത്തിൽ ചെന്ന് ഹോമപശുവിനെയും വത്സത്തെയും ബലമായി പിടിച്ചു ബന്ധിച്ചു കൊണ്ടുപോന്നു. ആ സമയം രാമൻ ആശ്രമത്തിൽ ഉണ്ടായിരുന്നില്ല. ജമദഗ്നി രാജാവിൻ്റെ അധർമ്മ പ്രവർത്തികളെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ പിന്നാലെ ചെന്നു. മന്ത്രിയും കിങ്കരന്മാരും കൂടി മഹർഷിയെ അടിച്ചും ഇടിച്ചും കൊന്ന് ജഡം കാട്ടിൽ വലിച്ചെറിഞ്ഞതിനു ശേഷം പശുവിനെയും കുട്ടിയെയും കൊണ്ട് അവർ രാജധാനിയിലേക്ക് പോയി. മഹർഷിയുടെ മരണവൃത്താന്തം കേട്ട കാർത്യവീരാർജുനൻ വളരെയധികം സങ്കടപ്പെട്ടു. താൻ ചെയ്തിട്ടുള്ള സുഹൃതമെല്ലാം അസ്തമിച്ചിരിക്കുന്നു എന്നും ലോകത്തിലേക്ക് ഏറ്റവും വലിയ അധർമ്മിയും പാപിയുമായി താൻ തീർന്നിരിക്കുന്നുവെന്നും നിശ്ചയിച്ച് അദ്ദേഹം മണിയറയിൽ കടന്ന് ദുഃഖത്തോടെ ശയ്യയെ ശരണീകരിച്ചു. പശുവിൻ്റെ പുറകെ പോയ ഭർത്താവിനെ കാണായികയാൽ രേണുകാദേവി പരിഭ്രാന്തയായി അദ്ദേഹത്തെ അന്വേഷിച്ച് കാട്ടിലേക്ക് ചെന്നു. അവിടെ അടിയും ഇടിയുമേറ്റ് അസ്ഥികൾ തകർന്ന് രക്തത്തിൽ കുളിച്ച് തൻ്റെ ഭർത്താവ് മരിച്ചു കിടക്കുന്നതായി കണ്ട് അടക്കാനാകാത്ത ദുഃഖത്തോടുകൂടി ഭർതൃശരീരം എടുത്തു മടിയിൽ കിടത്തിക്കൊണ്ട് മാറത്തലച്ച് അവൾ കരയുവാൻ തുടങ്ങി. മാതാവിൻ്റെ വിലാപം കേട്ട് കാനനത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് പൂജാപുഷ്പങ്ങൾ പറിച്ചുകൊണ്ടു നിന്നിരുന്ന ഭാർഗവൻ തൻ്റെ സഖനായ അകൃതവ്രണനും ഒരുമിച്ച് അവിടെ ഓടിയെത്തി. കൊല്ലപ്പെട്ട അച്ഛൻ്റെ ഗാത്രമെടുത്തു മടിയിൽ കിടത്തി മാറത്തലച്ചു കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയെ കണ്ട് രാമൻ വളരെയധികം സങ്കടപ്പെട്ടു. മകനെ കണ്ടതോടുകൂടി രേണുകാദേവിയുടെ ദുഃഖം വർദ്ധിച്ചു. അച്ഛനോടുകൂടി ഞാനും മരിക്കട്ടെ മകനെ എന്നു പറഞ്ഞ് ആ സതീരത്നം 21 തവണ തന്നെത്താൻ നെഞ്ചത്തലച്ചു കരഞ്ഞു. മാതാവിൻ്റെ കൈകൾ തടുത്തു പിടിച്ചുകൊണ്ട് മകനായ രാമൻ സ്വാന്തനപ്പെടുത്തി. അമ്മേ, ശരീരം പാഴാക്കാതിരിക്കൂ. അമ്മയുടെ ദുഃഖം തീർക്കാൻ ഈ മകനുണ്ട്. അമ്മ സമാധാനമായിരിക്കൂ. രാമനും ജ്യേഷ്ഠന്മാരും കൂടി അച്ഛൻ്റെ ജഡമെടുത്ത് പർണശാലയിൽ കൊണ്ടുവന്നു കിടത്തി. അനന്തരം ധ്യാനനിരതനായി രാമൻ അല്പസമയം അവിടെ ഇരുന്നപ്പോൾ ഭൃഗുസുതനായ ശുക്രമഹർഷി സിദ്ധിയാൽ അവിടെ എത്തിച്ചേർന്നു. മൃതസഞ്ജീവനി മന്ത്രം അറിയാവുന്ന ആ മുനിപുങ്കവൻ
നിമിഷ നേരം കൊണ്ട് ആ മന്ത്രം ജപിച്ച് ജമദഗ്നിയെ ജീവിപ്പിച്ചു. എല്ലാവർക്കും സന്തോഷമായി. എങ്കിലും രാമന്റെ ഹൃദയത്തിൽ വൈരാഗ്യത്തിൻ്റെ അഗ്നി ആളി കത്തിക്കൊണ്ടേയിരുന്നു. എൻ്റെ അമ്മ 21 തവണ ദുഃഖാർത്തയായി നെഞ്ചത്തടിച്ച് വിലപിച്ചു. ആ 21 പരിവൃത്തി ദുരാത്മാക്കളായ ക്ഷത്രിയ മന്നവരെ ഞാൻ നിഗ്രഹിക്കും എന്ന ഉഗ്രസത്യം ചെയ്ത് വൈരാഗ്യത്തോടെ ഭാർഗവൻ ഹോമപശുവിനെ വീണ്ടെടുക്കുവാനായി തൻ്റെ ദിവ്യായുധമായ പരശും എടുത്തുകൊണ്ട് നേരെ കാർത്തവീരാർജുനൻ്റെ രാജധാനിയിലേക്ക് പുറപ്പെട്ടു. മഹിഷ്മതിയുടെ ഗോപുരദ്വാരത്തിൽ ചെന്ന് അല്പസമയം ധ്യാനത്തോടു കൂടി നിന്നപ്പോൾ ശിവഭൂതമായ മഹോദരൻ ദിവ്യമായ രഥവും ചാപബാണങ്ങളും ആവനാഴിയുമായി അവിടെ എത്തിച്ചേർന്നു. ഭാർഗവൻ രഥത്തിന് 3 വലത്തുവെച്ച് വണങ്ങി ആയുധങ്ങളും ധരിച്ച് അതിൽ പ്രവേശിച്ചു. സഖനായ അകൃതവ്രണൻ സാരഥിയുമായി. ആ അകൃതവ്രണനെ തന്നെ പിന്നീട് രാമൻ ദൂതനായി കാർത്യവീരൻ്റെ അടുക്കലേക്ക് അയച്ചു. ഹോമപശുവിനെ തിരിച്ചു കൊടുത്ത് ചെയ്തു പോയ അപരാധത്തിന് നിരുപരാധികം മാപ്പ് പറയണമെന്നും അല്ലാത്ത പക്ഷം യുദ്ധത്തിന് തയ്യാറായി കൊള്ളണം എന്നുമാണ് ജമദഗ്നിയുടെ ഇളയപുത്രനായ രാമൻ കൽപ്പിച്ചയച്ചിരിക്കുന്നതായി അകൃതവ്രണൻ കാർത്യവീരാർജുനനെ ധരിപ്പിച്ചു. ഹോമപശുവിനെ അപഹരിച്ചത് തെറ്റു തന്നെയാണ്. അതിൽ ഞാൻ വ്യസനിക്കുന്നു. ആ പശുവിനെയും വത്സത്തെയും തിരിച്ചു കൊടുക്കാം, അതിന് വിരോധമില്ല. എന്നാൽ രാജാവായ കാർത്യവീരാർജുനൻ കേവലം ഒരു മുനികുമാരൻ്റെ മുമ്പിൽ ചെന്ന് മാപ്പ് പറയുക എന്നുള്ളത് സാധ്യമല്ല. ഇപ്രകാരമായിരുന്നു കാർത്യവീരാർജുനൻ്റെ മറുപടി. അതേ തുടർന്ന് വലിയ ഒരു ചതുരംഗ സേനയോടും കൂടി കാർത്യവീരാർജുനൻ്റെ സേനാപതിയായ ക്ഷത്രദേവൻ ഭാർഗവനുമായി യുദ്ധത്തിന് തയ്യാറെടുത്തു. ഘോര യുദ്ധം നടന്ന ആ യുദ്ധത്തിൽ രാമബാണമേറ്റ് ക്ഷത്രദേവൻ മൃത്യുലോകം പ്രാപിച്ചു. മഹിഷ്മതിയിലെ യുദ്ധവാർത്ത കേട്ട് ക്ഷണിച്ചും ക്ഷണിക്കാതെയും കാർത്യവീരാർജുനൻ്റെ ബന്ധുരാജാക്കന്മാരും സാമന്ത രാജാക്കന്മാരുമായ എല്ലാ ക്ഷത്രിയ മന്നവന്മാരും തങ്ങളുടെ സൈന്യങ്ങളോടുകൂടി ആ മഹാനഗരിയിലേക്ക് പാഞ്ഞെത്തി. ഒരു വശത്ത് ഭാർഗവൻ മാത്രം, മറുവശത്ത് അനവധി പോർ വീരന്മാരായ പാർത്ഥിവന്മാരും അവരുടെ സമർത്ഥന്മാരായ അസംഖ്യം സൈന്യ സമൂഹങ്ങളും. പോർക്കളം മുഴുവൻ മൃതശരീരങ്ങൾ, രക്തപ്പുഴകൾ 4 പാടുമൊഴുകി. പാഞ്ചാലൻ, കോസലൻ, സാൽവൻ, കാശ്മീരൻ, മഗധൻ, സൈന്ധവൻ, സൗരാഷ്ട്രൻ, കലിംഗൻ, വങ്കൻ, മാളവൻ, വിദർഭൻ, ഗിരിരാജാക്കന്മാർ, അങ്ങനെ പ്രബലന്മാരായ സർവക്ഷത്രിയ മന്നവന്മാരും അവരുടെ സൈന്യങ്ങളും ചേർന്നുള്ള ആ പോരാട്ടത്തിൻ്റെ എതിരാളി ഒരേ ഒരു മുനികുമാരൻ മാത്രം. രാമൻ്റെ കൂർത്തുമൂർത്ത അസ്ത്രങ്ങളേറ്റ് വളരെ പേർ മരിക്കുകയും മറ്റുള്ളവർ പ്രാണഭീതിയോടുകൂടി ആയുധങ്ങളും ഉപേക്ഷിച്ച് ഓടി കാട് കയറുകയും ചെയ്തു. ഹേഹയാധിപൻ്റെ 17 അക്ഷൗണി പടകളെയും പരശുരാമൻ തകർത്തു. കാർത്യവീരൻ്റെ 105 നന്ദനന്മാരിൽ 100 പേരും ആ യുദ്ധത്തിൽ മരിച്ചു വീണു. ഒടുവിൽ കാർത്യവീരാർജുനൻ തന്നെ തൻ്റെ ശ്രേഷ്ഠമായ രഥത്തിൽ കയറി 1000 കൈകളിൽ 1000 ആയുധങ്ങളുമായി രണഭൂമിയിൽ എത്തിച്ചേർന്നു. എന്നിട്ട് രേണുകാനന്ദനനുമായി യുദ്ധം ചെയ്തു. 13 ദിവസം അവർ ഇടതടവില്ലാതെ യുദ്ധം ചെയ്തു. സർവദിവ്യായുധങ്ങളും അവർ അന്യോന്യം പ്രയോഗിച്ചു. ആ സമയം വിരിഞ്ചൻ വിഹായസിൽ പ്രത്യക്ഷപ്പെട്ട് 2 പേരോടുമായി ഇപ്രകാരം അരുളി ചെയ്തു: ഹേ ഭാർഗവരാമ, കാർത്യവീരാർജുന, നിങ്ങൾ 2 പേരും മഹാരഥന്മാരും അജയ്യരുമാണ്. ലോകനാശഹേതുക്കളായ ദിവ്യാസ്ത്രങ്ങൾ
ഈ വിധം പ്രയോഗിച്ചാൽ പ്രപഞ്ചം അഗ്നിമയമായി നശിക്കും. മറ്റായുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്ത് നിങ്ങളുടെ ബലാബലം പരീക്ഷിക്കൂ. രണ്ടുപേരും ബ്രഹ്മദേവനെ നമസ്കരിച്ച് അദ്ദേഹത്തിൻ്റെ കൽപ്പന അനുസരിച്ചു. സമരം പിന്നെയും തുടർന്നു. ദത്താത്രേയ മഹർഷി തനിക്ക് അത്യാപൽഘട്ടത്തിൽ മാത്രം പ്രയോഗിക്കാനായി ദാനം ചെയ്തിട്ടുള്ള നാരായണ അസ്ത്രമെടുത്ത് കാർത്യവീരാർജുനൻ എതിരാളിയുടെ നേർക്ക് പ്രയോഗിച്ചു. ജ്വലിച്ചുകൊണ്ടുവരുന്ന വൈഷ്ണവാസ്ത്രം കണ്ട് ജമദഗ്നി നന്ദനൻ താണു വീണ് അതിനെ നമസ്കരിച്ചപ്പോൾ ശാന്തമായി അത് അദ്ദേഹത്തിൽ വിലയം പ്രാപിച്ചു. അത് കണ്ട് കാർത്യവീരാർജുനൻ ചിന്തിച്ചു, വൈഷ്ണവാസ്ത്രം രാമനിൽ വിലയം പ്രാപിച്ചിരിക്കുന്നതിനാൽ ഇദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്, സംശയമില്ല. ഏകനായി നിന്ന് ഇത്ര വലിയ മഹായുദ്ധം നടത്തിയ സ്ഥിതിക്ക് ഇദ്ദേഹം അമാനുഷികനാണ്. എൻ്റെ മരണം ശ്രീഹരിയുടെ കയ്യാലായിരിക്കുമെന്ന് ദത്താത്രേയ മഹർഷി അരുളി ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ മരണം അടുത്തു കഴിഞ്ഞിരിക്കുന്നു. പ്രഭോ വൈകുണ്ഠപതി, ലോകരക്ഷക, അങ്ങയുടെ തൃപ്പാദങ്ങളാൽ ചവിട്ടി മെതിച്ച് എന്നെ വധിക്കൂ ഭഗവാനെ. ഈ ഭക്തനെ അങ്ങ് അനുഗ്രഹിക്കൂ. അങ്ങയുടെ ദിവ്യദർശനത്തിനു വേണ്ടി എത്ര കാലമായി ഞാൻ കാത്തിരിക്കുന്നു. ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ട് കാർത്യവീരാർജുനൻ യുദ്ധവിമുഖനായി അല്പനേരം സ്വസ്ഥനായി നിന്നു. ആ അവസരത്തിൽ ഭാർഗവൻ മുമ്പോട്ടെടുത്ത് അദ്ദേഹത്തെ തള്ളി താഴെ വീഴ്ത്തി മാറിൽ കയറി നിന്നുകൊണ്ട് ചവിട്ടി മെതിച്ചു. അനന്തരം തൻ്റെ പരശു എടുത്ത് രാമൻ ആ അത്ഭുത പരാക്രമിയുടെ കൈകൾ ഓരോന്നായി വെട്ടിമുറിച്ചു ദൂരത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. അവസാനം അദ്ദേഹത്തിൻ്റെ ശിരസും ഛേദിച്ചു. ആ സമയം ഒരു ദിവ്യപ്രകാശം ആ പുണ്യവാന്റെ ഉടലിൽ നിന്നും ഉയർന്ന് അമ്പരവീതിയിൽ തങ്ങി നിന്നു. വിഷ്ണു പാർഷദന്മാർ വിമാനവുമായി വന്ന് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ വൈകുണ്ഠത്തിലേക്ക് ഉയർത്തി. അങ്ങനെ ആ പുണ്യാത്മാവ് വിഷ്ണു ഭഗവാനിൽ വിലയം പ്രാപിച്ച് സായൂജ്യപദം നേടി. കാർത്യവീരാർജുനന്റെ പുത്രൻ ഹോമപശുവിനെയും വത്സത്തെയും തിരിച്ചു കൊടുത്ത് രാമനോട് ക്ഷമാപണം ചെയ്തു. യുദ്ധം അങ്ങനെ അവസാനിച്ചു. ശൈവരഥവും ആവനാഴിയും ഭാർഗവൻ ഭക്തിപൂർവം തിരിച്ചയച്ചു. അനന്തരം പശുവിനെയും കുട്ടിയെയും പിതാവിന് കൊണ്ടുചെന്നു കൊടുത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു. കാർത്യവീരാർജുനനെ വധിച്ച വിവരം ജമദഗ്നി അറിഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്രകാരം തൻ്റെ മകനോട് പറഞ്ഞു, മകനെ, നീ ചെയ്തത് ഏറ്റവും ക്രൂരമായ പാതകമായി പോയി. കാർത്യവീരാർജുനനെ പോലെ ധർമ്മിഷ്ഠനും നീതിമാനും ഭക്തനും പ്രജാവത്സലനും സർവോപരി ദാനശീലനുമായ ഒരു രാജാവ് ഈ ഭൂമണ്ഡലത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ല. പോരെങ്കിൽ രാജവധം പാപവുമാണ്. ഭരിക്കുന്ന രാജാവിനെ വിഷ്ണുവായി കരുതണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. പുണ്യക്ഷേത്രങ്ങൾ ദർശിച്ചും പുണ്യതീർത്ഥങ്ങൾ ആടിയും തപസ്സു ചെയ്തും നീ ഈ പാപത്തിന് പരിഹാരം നേടണം. പിതാവിൻ്റെ ഉപദേശമനുസരിച്ച് പരശുരാമൻ മാതാപിതാക്കളെയും ഭ്രാതാക്കളെയും വണങ്ങി ദേശാടനത്തിന് തിരിച്ചു. പുണ്യതീർത്ഥങ്ങൾ ആടിയും പുണ്യദേവാലയങ്ങൾ സന്ദർശിച്ചും ഒടുവിൽ അദ്ദേഹം കുറേ കാലം മഹേന്ദ്രഗിരിയിൽ വന്ന് തപസ്സനുഷ്ഠിച്ചു. ആ കാലത്ത് രാമൻ നാട്ടിലില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ദിവസം കാർത്യവീരാർജുനന്റെ ശേഷിച്ച പുത്രൻ ജമദഗ്നിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ച് തൻ്റെ താതനെ കൊന്നവൻ്റെ താതൻ എന്നുള്ള വൈരാഗ്യത്തോടുകൂടി അദ്ദേഹത്തെ നിർദ്ദയം വെട്ടിക്കൊന്ന് തലയുമെടുത്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോയി. ശുക്രാചാര്യർ വന്ന് മൃതസഞ്ജീവനി മന്ത്രം ജപിച്ച് ഇനി ജീവിപ്പിക്കരുത് എന്ന് കരുതിയാണ് അവർ ശിരസുമെടുത്തുകൊണ്ട് പോയത്. രേണുകയും പുത്രന്മാരും അതുകണ്ട് പൊട്ടിക്കരഞ്ഞു. ശിരസറ്റുകിടക്കുന്ന ഭർത്താവിൻ്റെ കബന്ധം കണ്ട് കരളു പൊട്ടി രേണുക തൽക്ഷണം തന്നെ മരണപ്പെട്ടു. മറ്റു മുനീജനങ്ങളുടെ സഹായത്തോടുകൂടി മാതാപിതാക്കളുടെ ജഡങ്ങൾ വിധിപ്രകാരം പുത്രന്മാർ സംസ്കരിച്ചു. പിതൃകർമ്മങ്ങളും അനുഷ്ഠിച്ചു.
രാമൻ എവിടെയെന്ന് അവർക്കപ്പോൾ അറിഞ്ഞുകൂടായിരുന്നു. 12 വർഷങ്ങൾ കഴിഞ്ഞ് തപസ് സമർപ്പിച്ച് മാതാപിതാക്കളെ കാണുവാനായി രാമൻ തിരിച്ചു വരുമ്പോൾ മാർഗമധ്യേ അവർക്ക് സംഭവിച്ച ദുരിതങ്ങളെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞു. ആശ്രമത്തിൽ വന്നപ്പോൾ ജ്യേഷ്ഠന്മാരിൽ നിന്നും സകലവിധ വിവരങ്ങളും അദ്ദേഹം അറിഞ്ഞു. അച്ഛനെ വധിച്ച ആ ഘാതകന്മാരോട്, അവരുൾപ്പെട്ട ക്ഷത്രിയ വംശത്തോട് അദ്ദേഹത്തിന് വൈരാഗ്യം വീണ്ടും ജനിച്ചു. ക്ഷത്രിയ സംഹാരം, അതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരം. അദ്ദേഹത്തിൻ്റെ നേത്രങ്ങളിൽ നിന്നും ക്രോധവൈരാഗ്യങ്ങളുടെ അഗ്നിജ്വാലകൾ വമിച്ചു. അമ്മയോട് പണ്ട് ശപഥം ചെയ്തതുപോലെ ക്ഷത്രിയ നിഗ്രഹം ചെയ്ത് അവരുടെ നിണം കൊണ്ട് പിതൃതർപ്പണം ചെയ്യാൻ അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു. ആദ്യമായി പരശുരാമൻ അകൃതവ്രണനും ഒരുമിച്ച് മഹിഷ്മതിയിൽ ചെന്ന് മഹോദരനെ മനസ്സിൽ ധ്യാനിച്ചു. തൽക്ഷണം രഥവും ആയുധങ്ങളുമായി ആ ശിവഭൂതം അവിടെ ആഗമിച്ചു. ആയുധസമേതനായി തേരിൽ കയറി കാർത്യവീരാർജുന നന്ദനന്മാരെ ഭാർഗവൻ പോരിനു വിളിച്ചു. ഭയങ്കരമായി നടന്ന പോരിൽ കാർത്യവീരാർജുനന്റെ അവശേഷിച്ച പുത്രന്മാരും അവരുടെ പടയും നശിച്ചു. മഹിഷ്മതി പട്ടണം മുഴുവൻ അഗ്നിക്കിരയാക്കി. അനന്തരം രഥാരൂഢരായി രേണുകാനന്ദനൻ സർവ്വരാജ്യങ്ങളിലും ചെന്ന് സർവക്ഷത്രിയ രാജാക്കന്മാരെയും നിർദാക്ഷിണ്യം തൻ്റെ മഴുവിനാൽ വെട്ടിനുറുക്കി. അങ്ങനെ തുടർച്ചയായി 3 വർഷം ഭാർഗവൻ ക്ഷത്രിയ നിഗ്രഹം ചെയ്തുകൊണ്ട് നാടുനീളെ സഞ്ചരിച്ചു. പിന്നീട് അദ്ദേഹം മഹേന്ദ്രഗിരിയിൽ പോയി 24 വർഷം തപസ്സു ചെയ്തു. ആ കാലത്തിനിടയിൽ ക്ഷത്രിയ സ്ത്രീകൾ, വിധവകളടക്കം ക്ഷത്രിയ പുരുഷന്മാരുടെ അഭാവത്താൽ ബ്രാഹ്മണരെ പ്രാപിച്ച് ക്ഷത്രിയന്മാരെ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അത് ദിവ്യദൃഷ്ടിയാൽ അറിഞ്ഞ രാമൻ രണ്ടാമതും ഒരു വട്ടം ഭാരതവർഷം മുഴുവനും ചുറ്റിത്തിരിഞ്ഞ് കണ്ണിൽ കണ്ട ക്ഷത്രിയന്മാരെ ആസകലം കൊന്ന് നരകത്തിലേക്ക് അയച്ചു. പിന്നെയും 2-3 സംവത്സരങ്ങൾ കൂടുമ്പോൾ തൻ്റെ സംഹാരായുധമായ മഴുവുമെടുത്തുകൊണ്ട് ജമദഗ്നിപുത്രൻ രാജ്യമെമ്പാടും ചെന്ന് അപ്പോഴപ്പോൾ വളർന്നു വരുന്ന ക്ഷത്രിയ പുരുഷന്മാരെ ഒന്നടങ്കം നശിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരു ക്ഷത്രിയ വേട്ടയായിരുന്നു പിന്നീടങ്ങോട്ട് നടത്തിക്കൊണ്ടേയിരുന്നത്. അങ്ങനെ 21 വട്ടം അദ്ദേഹം ക്ഷത്രിയ വംശത്തെ നശിപ്പിച്ചു. തൻ്റെ മഴുവന്ന ആയുധം കൊണ്ട് തൻ്റെ പ്രതികാരം നിറവേറ്റി. അച്ഛൻ്റെ മരണം കണ്ട അമ്മ 21 തവണ മാറത്തലച്ചു വിലപിച്ചു. ആ 21നെ അടിസ്ഥാനമാക്കിയാണ് ഭാർഗവരാമൻ 21 തവണ ക്ഷത്രിയന്മാരെ വധിച്ചത്. 21ാമത്തെ തവണ ഭാർഗവൻ ഓരോ പുരങ്ങളിലും ചെന്ന് രാജാക്കന്മാരെ മുഴുവനും നിർദ്ദയം പിടിച്ചുകെട്ടി കുരുക്ഷേത്രത്തിൽ കൊണ്ടുവന്നു. ആകെ 12,000-മേൽ ക്ഷത്രിയരുണ്ടായിരുന്നു. അവിടെ വിസ്താരമേറിയ 5 സരസ്സുകൾ കുത്തിക്കുഴിച്ചുണ്ടാക്കി ആ പാവപ്പെട്ട നിർദോഷികളായ നൃപതികളെ മുഴുവനും ആ ഗർത്തങ്ങളിലിട്ട് അടിച്ചും ഇടിച്ചും ചവിട്ടിയും വേദനിപ്പിച്ചും വെട്ടിക്കൊന്നു. ആ സരസ്സുകൾ മുഴുവനും അവരുടെ രക്തപൂരത്താൽ നിറച്ചു. ജഡങ്ങൾ കുന്നുകളായി കൂട്ടിയിട്ട് മണ്ണുകൊണ്ട് മൂടുകയും ചെയ്തു. അനന്തരം പഞ്ചത്വം പ്രാപിച്ച മാതാപിതാക്കൾക്കു വേണ്ടി ആ 5 സരസ്സുകളിലും അദ്ദേഹം കുളിച്ച് തർപ്പണാദി പിതൃകർമ്മങ്ങൾ നടത്തി മഹാബ്രാഹ്മണർക്ക് ദക്ഷിണകളും നൽകി പിതൃപ്രീതി വരുത്തി. കുരുക്ഷേത്രത്തിലെ ആ രക്തസരസ്സുകൾ പിന്നീട് സ്യമന്ത പഞ്ചകം എന്ന പുണ്യനാമത്താൽ പ്രസിദ്ധമായി തീർന്നു. ദാരുണമായ ഈ ക്ഷത്രിയ സംഹാരക്കുരുതി കഴിഞ്ഞ് തൻ്റെ അവതാര ഉദ്ദേശ്യം നിർവഹിച്ചു എന്നുള്ള വിശ്വാസത്തോടും എന്നാൽ മനസ്സിൽ തട്ടിയ വേദനയോടും കൂടി അദ്ദേഹം വീണ്ടും 3 വർഷം പുണ്യതീർത്ഥങ്ങളാടി സഞ്ചരിച്ചു. ആ സഞ്ചാരകാലത്ത് ഒരിക്കൽ ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രനുമായി കൂട്ടിമുട്ടി
തന്നിലുള്ള വൈഷ്ണവശക്തി അദ്ദേഹത്തിലേക്ക് സംക്രമിപ്പിച്ചിട്ട് പരശുരാമൻ തൻ്റെ സർവ്വ ആയുധങ്ങളും ഉപേക്ഷിച്ച് ഒരു താപസൻ എന്ന സ്ഥാനം മാത്രം സ്വീകരിച്ചു. വീണ്ടും മഹേന്ദ്രഗിരിയിൽ വന്ന് മേലിൽ എന്നും ഒരു താപസനായി കഴിയണമെന്നു കരുതി ഒരു പർണശാല നിർമ്മിച്ച് അദ്ദേഹം അവിടെ ആശ്രമവാസവും ആരംഭിച്ചു. പല മഹർഷികളും ആ കാലത്ത് അദ്ദേഹത്തെ വന്നു സന്ദർശിച്ചു കൊണ്ടേയിരുന്നു. പാപപരിഹാരത്തിനു വേണ്ടി ഒരു വലിയ അശ്വമേധയാഗം അദ്ദേഹം അവിടെ വെച്ച് നടത്തി. ക്ഷത്രിയ രാജാക്കന്മാരെ നിഗ്രഹിച്ച് അവരിൽ നിന്നും വെട്ടിപ്പിടിച്ചെടുത്ത ഭൂമി മുഴുവനും ആ യാഗത്തിൽ വെച്ച് അദ്ദേഹം കശ്യപ മഹർഷിക്ക് ദാനം ചെയ്തു. അന്നു മുതൽ ഭൂമിക്ക് കാശ്യപി എന്ന ഒരു പേരും സിദ്ധിച്ചു. മഹേന്ദ്ര പർവ്വതത്തിൽ ഭാർഗവൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കന്യാകുമാരി മുതൽ ഗോകർണം വരെയുള്ള ഭൂമി സമുദ്രത്താൽ മൂടപ്പെട്ടു പോയിരിക്കുന്നതായി കണ്ട് മറ്റു താപസന്മാരുടെ അപേക്ഷാനുസരണം ധ്യാനിച്ച് തൻ്റെ കയ്യിൽ വന്ന വെൺമഴു എറിഞ്ഞ് ആഴിയിൽ നിന്നും അത്രയും ഊഴിയെ ഉയർത്തി കരയാക്കി ഉത്തമ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അതിന് ഭാർഗവ ക്ഷേത്രമെന്നും കാലാന്തരത്തിൽ കേരളമെന്ന പേരും ശ്രദ്ധിച്ചു. അനന്തരം അദ്ദേഹം വളരെ കാലം തപസ്സു ചെയ്ത് കലികാലം പിറന്നപ്പോൾ ഇഹലോകവാസം വെടിഞ്ഞു. തൻ്റെ കാരണമായ വിഷ്ണുവിൽ തന്നെ അവസാനം അദ്ദേഹം വിലയം പ്രാപിച്ചു. ഹരേ കൃഷ്ണ. ഇതാണ് പരശുരാമ അവതാരം. ഇത്രയും വിശദമായിട്ട് തന്നെയാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം കേട്ട് പ്രാർത്ഥിക്കണം, നാമം ജപിക്കണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.